ധീരദേശാഭിമാനി വൈക്കം പത്മനാഭപിള്ളയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ സമുചിതമായ ആദരാഞ്ജലികൾ അർപ്പിച്ച് വൈക്കം പൗരാവലി. വൈക്കം ഗാന്ധി സ്മൃതി മന്ദിരത്തിലായിരുന്നു പരിപാടി. തിരുവിതാംകൂർ സേനയുടെ സർവ്വസൈന്യാധിപൻ, മുളകുമടിശീലക്കാരൻ അഥവാ വാണിജ്യ വ്യവസായ മന്ത്രി, വൈക്കത്തിൻ്റെ സർവാധികാര്യക്കാർ അഥവാ പ്രാദേശിക ഭരണാധികാരി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെയും ടിപ്പു സുൽത്താനെതിരെയും ധീരമായ പോരാട്ടങ്ങൾക്ക് വൈക്കം പത്മനാഭപിള്ള നേതൃത്വം നൽകിയിരുന്നു. തിരുവിതാംകൂർ ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാൻ വൻ പടയുമായി എത്തിയ മൈസൂർ ആക്രമണകാരി ടിപ്പു സുൽത്താനെ സർവ്വസൈന്യാധിപൻ വൈക്കം പത്മനാഭപിള്ളയുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ സേന തടഞ്ഞു. തുടർന്ന് നടന്ന ഉഗ്രയുദ്ധത്തിൽ ആനപ്പുറത്തിരുന്ന ടിപ്പുവിനെ ഉയർന്നു ചാടിയ കുതിരപ്പുറത്തിരുന്ന പത്മനാഭപിള്ള വെട്ടിവീഴ്ത്തി. ടിപ്പു വെട്ടേറ്റ് വീണതോടെ മൈസൂർ സേന പിന്തിരിഞ്ഞോടുകയും ടിപ്പുവിൻ്റെ കൊടിയും ആയുധങ്ങളും ആനകളുമെല്ലാം വൈക്കം പത്മനാഭപിള്ള പിടിച്ചെടുക്കുകയും ചെയ്തു. ടിപ്പുവിനെ തോൽപ്പിച്ചോടിച്ച ശേഷം പത്മനാഭപിള്ളയും ബ്രിട്ടീഷുകാരുമായി നിരവധി ഉഗ്രയുദ്ധങ്ങൾ നടന്നു. അവസാന യുദ്ധം പരാജയപ്പെടുകയും ദളവ വേലുത്തമ്പിയും സർവ്വസൈന്യാധിപൻ വൈക്കം പത്മനാഭപിള്ളയും ഒളിവിൽ പോകുകയും ചെയ്തു. പിടികൂടുമെന്നുറപ്പായപ്പോൾ വേലുത്തമ്പി വാൾ സ്വന്തം നെഞ്ചിൽ കുത്തിയിറക്കിയും വൈക്കം പത്മനാഭപിള്ള വിരലിലെ വജ്രമോതിരത്തിൻ്റെ കല്ല് വിഴുങ്ങിയും ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഇരുവരുടെയും മൃതദേഹങ്ങൾ പിന്നീട് ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റുകയുണ്ടായി. വൈക്കം ഗാന്ധി സ്മൃതി ദർശനിലെ വൈക്കം പത്മനാഭപിള്ളയുടെ വെങ്കല പ്രതിമയിൽ പിന്മുറക്കാരും പൗരാവലിയും പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നടന്ന സമ്മേളനം NSS വൈക്കം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് PGM നായർ കാരിക്കോട് ഉദ്ഘാടനം ചെയ്തു. വൈക്കം പത്മനാഭപിള്ളയടക്കമുള്ള ധീരദേശാഭിമാനികളുടെ ചരിത്രം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും അദ്ദേഹത്തിന് വൈക്കത്ത് സ്മാരക നിർമ്മാണം നടത്തുവാനും സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും PGM നായർ ആവശ്യപ്പെട്ടു. നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത സമരമുറകളാണ്. ഏഷ്യ ഭൂഖണ്ഡം കണ്ട ഏറ്റവും വലിയ യുദ്ധതന്ത്രജ്ഞന്മാരിൽ ഒരാളായ നമുക്കറിയാം രാജാ കേശവദാസിനെ പോലുള്ള ആളുകൾ, വൈക്കം പത്മനാഭപിള്ളയെ പോലുള്ള ആളുകൾ, ഇവരൊക്കെ തമസ്കരിക്കപ്പെടുകയാണ്. പക്ഷേ അതിന് പകരം മതാധിനിവേശത്തോടുകൂടി ഈ രാഷ്ട്രത്തെ തകർക്കാൻ വേണ്ടി തയ്യാറായി വന്നയാളുകളെ ഏറ്റവും വലിയ പവിത്രന്മാരായും ഏറ്റവും വലിയ മഹാന്മാരായും ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ചരിത്രം ഏതോ ഘട്ടത്തിൽ മാറിപ്പോയി എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടാണ് അറിയേണ്ടവരായ ആളുകളെ അറിയാതെ പോകുകയും ആവശ്യമില്ലാത്ത ആളുകളെ അല്ലെങ്കിൽ അപകടകാരികളായ ആളുകളെ മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ ചരിത്രത്തെ പോലും ഏതോ ഘട്ടത്തിൽ ആരെല്ലാം. KK രാധാകൃഷ്ണൻ നായർ സ്വാഗതം ആശംസിച്ചു. ഗാന്ധി സ്മൃതി ട്രസ്റ്റ് ചെയർമാൻ കലാദർപ്പണം രവീന്ദ്രനാഥ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ഏപ്രിൽ മാസം 8-ാം തീയതി വൈക്കം പത്മനാഭപിള്ളയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി എന്ന് അവരുടെ മേലധികാരികൾക്ക് ബ്രിട്ടീഷ് പ്രസിഡന്റ് ജോൺ മെക്കാളെ സന്ദേശം അയച്ചത്. അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നതിനും 4 വ്യാഴവട്ടം മുമ്പാണ് വൈക്കം പത്മനാഭപിള്ളയെ തൂക്കിലേറ്റിയതായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. വെള്ളാള ഐക്യമത്യ സംഘം സെക്രട്ടറി V വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. വൈക്കം പത്മനാഭപിള്ള സ്മാരക NSS കരയോഗം പ്രസിഡന്റ് ശിവരാമകൃഷ്ണൻ നായർ, രാധാജി നായർ, സുബിത R പിള്ള എന്നിവർ പ്രസംഗിച്ചു. പ്രവീൺ ഭാസ്കർ, സിറ്റി വോയ്സ്, വൈക്കം.